മാർത്താണ്ഡവർമ്മ സി.വി. രാമൻപിള്ള. 1891 സി.വി. രാമൻപിള്ള പ്രസിദ്ധീകരിച്ച ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലും മാർത്താണ്ഡവർമ്മയാണ്. രാമവർമ്മ മഹാരാജാവിൻ്റെ ഭരണത്തിലെ അവസാന കാലഘട്ടത്തിൽ തുടങ്ങി മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം വരെയുള്ള വേണാടിൻ്റെ ചരിത്രമാണ് ഈ നോവലിൽ വിശദീകരിക്കുന്നത്. ചരിത്രാത്മക കാൽപ്പനിക നോവലാണ് മാർത്താണ്ഡവർമ്മ. അനന്തപത്മനാഭൻ, പാറുക്കുട്ടി എന്നിവരുടെ പ്രണയകഥയോടൊപ്പം തന്നെ കാൽപ്പനിക അംശമുള്ള അനന്തപത്മനാഭൻ്റെ ധീരപ്രവൃത്തികളിലൂടെയാണ് നോവൽ കടന്നുപോകുന്നത്. നായകൻ അനന്തപത്മനാഭനും നായിക പാറുക്കുട്ടിയുമാണ്. സുഭദ്ര എന്ന കഥാപാത്രത്തിൻ്റെ സ്ഥാനം ഏറ്റവും ശ്രദ്ധേയമാണ്. 26 അധ്യായങ്ങളിലായിട്ടാണ് നോവൽ കടന്നുപോകുന്നത്. കഥാഖ്യാനത്തിലുള്ള വർണ്ണനകളിൽ അലങ്കാരങ്ങളുടെ പ്രയോഗം കാണാം. വിവരണങ്ങളിലും സംഭാഷണങ്ങളിലും നാടൻ പാട്ടുകൾ, പുരാണങ്ങൾ, പുരാതന സാഹിത്യകൃതികൾ എന്നിവയിൽ നിന്നുള്ള വാക്യങ്ങൾ ഉപയോഗിക്കുന്ന ശൈലിയാണ് രചയിതാവ് പിന്തുടരുന്നത്. ഓരോ അധ്യായങ്ങളിലെയും ആമുഖ പദ്യങ്ങൾ അതത് അധ്യായങ്ങളുടെ ഇതിവൃത്ത സൂചനകൾക്കായും കഥാപാത്ര സ്വഭാവങ്ങൾ വായനക്കാരെ അറിയിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. 3 നോവലുകളാണ് സി.വി. രാമൻപിള്ളയുടേതായിട്ടുള്ളത്. 1891 മാർത്താണ്ഡവർമ്മ, 1913 ധർമ്മരാജ, 1918 രാമരാജ ബഹദൂർ.